നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണങ്ങളും പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഹയർ സെക്കൻഡറി 2ാം വർഷ മലയാള പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. യൂണിറ്റിന്റെ പേര് എഴുത്തകം. മലയാള ഭാഷയിലെയും ഇതര ഭാഷകളിലെയും നാഴികക്കല്ലുകളായ കൃതികളെ പരിചയപ്പെടുത്തുന്ന ഒരു യൂണിറ്റാണിത്. ഇതില് എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട്, സംഭവപർവത്തിലെ ശകുന്തളോപാഖ്യാനത്തിൽ നിന്നുള്ള കണ്ണാടി കാൺമോളവും എന്ന കവിതാഭാഗം, നോബൽ പുരസ്കാര ജേതാവായ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥ, കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം എന്ന കവിത, പി പത്മരാജന്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥ എന്നിവയാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ മാതൃഭാഷ ഒരു വ്യക്തിയുടെ ചിന്തയെയും സർഗാത്മകമായ ഉണർവിനെയും എങ്ങനെയെല്ലാമാണ് പ്രചോദിപ്പിക്കുന്നത് എന്ന അടിസ്ഥാനപരമായ ആശയത്തിൽ നിന്നാണ് ഈ യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ ആദ്യമായി നൽകിയിരിക്കുന്നത് ECG സുദർശൻ എന്ന ശാസ്ത്രജ്ഞന്റെ ഒരു വാക്യമാണ്. ECG സുദർശനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം കോട്ടയം ജില്ലയിലെ പള്ളത്ത് 1931 ജനിച്ചു. എണ്ണക്കൽ ചാണ്ടി ജോർജ് സുദർശൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം ഫിസിക്സില് ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. അമേരിക്കയിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പ്രൊഫസറായിരുന്നു. പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടാക്കിയോണുകൾ എന്ന കണികകളെ സംബന്ധിച്ച പഠനങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവന. അനവധി തവണ ഊർജ്ജതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത്: ലളിതമായ വേഷമായിരുന്നു മലയാളം മുൻഷിയുടേത്. പക്ഷെ പറഞ്ഞു തുടങ്ങിയാൽ എല്ലാം മാന്ത്രികമാകും. പദച്ഛേദം, പദാർത്ഥം, വാച്യാർത്ഥം, ധ്വനി, ഭാവം ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യത്തിന് അനേകം തലങ്ങൾ ഉണ്ടാകാം എന്ന വലിയ അറിവാണ് അവിടെ നിന്ന് കിട്ടിയത്. ഒരുപക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പഠനം അതായിരിക്കണം. ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചത് അന്നത്തെ മലയാളം ക്ലാസ്സുകളായിരുന്നു. അദ്ദേഹം പറയുന്നത് ലളിതമായ വേഷം ധരിച്ചു വരുന്ന മലയാളം മുൻഷി എന്ന് പറഞ്ഞാൽ ഒരു ഭാഷാധ്യാപകൻ എന്ന അർത്ഥം. അദ്ദേഹം ലളിത വേഷധാരിയാണെങ്കിലും അദ്ദേഹം ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞ് പറയാൻ തുടങ്ങിയാൽ എല്ലാം മാന്ത്രികമാകും. ഒരു മാജിക് പോലെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതുപോലെ പദച്ഛേദം, പദങ്ങളെ എങ്ങനെയൊക്കെയാണ് മുറിച്ച് പറയേണ്ടത്. അതുപോലെ പദങ്ങളുടെ അർത്ഥം, ഓരോ പദത്തിനും വാച്യമായ അല്ലെങ്കിൽ ഓരോ വാക്യത്തിനും വാച്യമായ അർത്ഥവും അതുപോലെ അതിൽ മറഞ്ഞിരിക്കുന്ന വ്യംഗ്യമായ അർത്ഥവുമുണ്ട്. അതിനാണ് ധ്വനി എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ ഭാവം, ആ വാക്കിന്റെ ഭാവം എന്താണ്, അല്ലെങ്കിൽ ആ വാചകത്തിന്റെ ഭാവം എന്താണ്, ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരുപാട് തലങ്ങൾ ഉണ്ടാവാം എന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ചത് മലയാളം ക്ലാസ്സുകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഇപ്രകാരമാണ് ചോദ്യം തന്നിരിക്കുന്നത്: പുതിയ ആശയങ്ങളുടെ രൂപീകരണത്തിനും സർഗാത്മകമായ കണ്ടെത്തലുകൾക്കും മാതൃഭാഷാ പഠനം എങ്ങനെ സഹായിക്കുന്നു എന്ന് ഈ അഭിപ്രായം മുൻനിർത്തി ചർച്ച ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളം മുൻഷിയുടെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്കാണ് ECG സുദർശൻ നമ്മളെ നയിക്കുന്നത്. സാഹിത്യത്തിന്റെ ഭിന്ന തലങ്ങളിലേക്ക് നയിക്കുന്ന മലയാളം ക്ലാസ്സുകൾ ഓരോ കാര്യത്തിന്റെയും അനേകം തലങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു പ്രചോദനമായി മാറി എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അന്നത്തെ മലയാളം ക്ലാസ്സുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് ഇവിടെ വർണ്ണിക്കുന്നത്. മാതൃഭാഷയും സാഹിത്യവും എല്ലാം കുട്ടികളുടെ ഭാവനയെ ഉത്തേജിപ്പിക്കുന്നവയാണ്. അതുപോലെ തന്നെ ബാല്യകാലത്തുണ്ടാകുന്ന കൗതുകങ്ങൾ, അതുപോലെ ബാല്യകാലത്തുണ്ടാകുന്ന എല്ലായ്പ്പോഴുമുള്ള അന്വേഷണ ത്വര, എല്ലാം അറിയാനുള്ള ആഗ്രഹം, ഇതൊക്കെയും വളർത്തുന്ന ക്ലാസ്സുകളാണ് മാതൃഭാഷയുടെ ക്ലാസ്സുകൾ. അതുപോലെ തന്നെ ഭാഷാശാസ്ത്രജ്ഞന്മാരും ഇതിനെ ശരിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വന്തം ഭാഷയും സംസ്കാരവും ഓരോ വ്യക്തിയുടെയും ബുദ്ധിക്കും ഭാവനയ്ക്കും വളരെ കരുത്തു നൽകുന്നതാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സ്വന്തം സംസ്കാരത്തിന്റെ പിൻബലം നഷ്ടമാകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വേരുകൾ നഷ്ടമായ ഒരു വൃക്ഷം പോലെ ആയിത്തീരുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ECG സുദർശൻ എന്ന മഹാശാസ്ത്രജ്ഞൻ തന്റെ കുട്ടിക്കാലത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് ഓർമ്മിക്കുന്നത് എന്ന് നോക്കുക. മാതൃഭാഷയും സാഹിത്യവും സംസ്കാരവും കൈവിടാതെ തന്നെ നമുക്ക് പുതിയ ചക്രവാളങ്ങൾ കീഴടക്കാനാവും എന്നൊരു സൂചനയും കൂടിയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നമ്മൾ പാഠഭാഗത്തേക്ക് കിടക്കുകയാണ്. പാഠത്തിന്റെ പേര് കണ്ണാടി കാൺമോളവും. ഇത് എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട് സംഭവ പർവത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഗാന്ധർവ വിധി പ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള പുത്രനോടൊപ്പം എത്തിച്ചേരുന്നു. ദുഷ്യന്തൻ ശകുന്തളയുമായുള്ള പൂർവ്വബന്ധം മറന്നുപോയതിനാൽ അവളെ കെട്ടവളെന്ന് കരുതി ആക്ഷേപിക്കുന്നു. ആത്മാഭിമാനത്തിന് മുറിവേറ്റ ശകുന്തള തന്റെ വ്യക്തിത്വം നിലനിർത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ്
കാവ്യഭാഗത്തിലുള്ളത് എന്ന പാഠത്തിന്റെ സന്ദർഭം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ ശകുന്തളയുടെ കഥ പരിചയമുണ്ടാവും. എന്തായിരുന്നാലും ദുഷ്യന്തൻ എന്ന രാജാവ് ഒരിക്കല് നായാട്ടിനെത്തിയപ്പോൾ മാലിനി നദീതീരത്തുള്ള കണ്വാശ്രമത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അവിടെ കണ്വന്റെ ആശ്രമത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് കണ്വന്റെ വളർത്ത് പുത്രിയായ ശകുന്തളയാണ്. അപ്പോൾ ആ ശകുന്തളയോട് അവളുടെ ജനനത്തെക്കുറിച്ചും മറ്റും രാജാവ് ചോദിച്ചറിയുന്നു. അപ്പോൾ താൻ വിശ്വാമിത്രന്റെയും അപ്സരസായ മേനകയുടെയും പുത്രിയാണെന്നും കണ്ണു മഹർഷി തന്നെ എടുത്തു വളർത്തുന്നതാണെന്നും ഒക്കെ ഉള്ള കഥകള് അവൾ ദുഷ്യന്തനോട് പറയുന്നു. അപ്പോൾ അവളെ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിക്കാനുള്ള ഒരു താല്പര്യം ദുഷ്യന്തനിൽ ഉണ്ടാവുന്നു. തനിക്ക് ജനിക്കുന്ന പുത്രനെ രാജാവാക്കാമെങ്കിൽ താന് ദുഷ്യന്തനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് അവള് പറയുന്നു. അതനുസരിച്ച് അവരുടെ ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹം നടക്കുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു പോകുന്നു ദുഷ്യന്തൻ. തന്റെ പരിവാരങ്ങളുമായി വന്ന് ശകുന്തളയെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മടങ്ങി പോകുന്നത്. ആശ്രമത്തിൽ ഇല്ലാതിരുന്ന കണ്വ മഹർഷി തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം ദിവ്യദൃഷ്ടി കൊണ്ട് തന്നെ തന്റെ മകളുടെ വിവരങ്ങളൊക്കെ അറിയുകയും മകളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുമ്പോൾ കാലത്തികവിൽ ശകുന്തള ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു, ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നു. അപ്പോൾ ദുഷ്യന്തൻ തിരിച്ച് അവളെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും മടങ്ങി വരുന്നില്ല. അപ്പൊ അങ്ങനെ കുഞ്ഞിനെ അവിടെ വളർത്തുന്നു. ഒരു 7 വയസ്സുവരെ ആശ്രമത്തിൽ തന്നെ കുഞ്ഞ് വളരുന്നു. അവന് സർവദമനൻ എന്ന പേര് ആശ്രമവാസികൾ കുഞ്ഞിന് നൽകുന്നു. ഒടുവിൽ ഈ സമയത്ത് കണ്ണു മഹർഷി ശകുന്തളയെ പുത്രനോടൊപ്പം കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ശകുന്തളയെ പാടെ മറന്നുപോയ ദുഷ്യന്തൻ അവളെ ആക്ഷേപിക്കുന്നതും അവൾ അതിന് കൊടുക്കുന്ന മറുപടിയും ഒക്കെയാണ് നമ്മുടെ പാഠത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ധാർഷ്ട്യം എത്രയും പാരമുണ്ടു നാരികൾക്കെന്നു കേട്ടുകേളിയേ ഉള്ളൂ കണ്ടിട്ടില്ലേവം മുന്നം കുലടയായ നീ വന്ന് എന്നോട് കുലീനയെന്ന് അലസാലാപം ചെയ്തത് അഖിലം അലം അലം. ദുഷ്യന്തൻ ശകുന്തളയെ പാടെ മറന്നു കഴിഞ്ഞിരിക്കുകയാണ്. തന്റെ വിവരങ്ങളൊക്കെ പറയുന്ന ശകുന്തളയോട് ദുഷ്യന്തൻ പറയുന്ന വാക്കുകളാണ്: ധാർഷ്ട്യം എത്രയും, സ്ത്രീകൾക്ക് അഹങ്കാരമുണ്ട് അല്ലെങ്കിൽ പൊങ്ങച്ചം ധാരാളമുണ്ട് എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്, പാരമുണ്ട് വളരെയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കേട്ടുകേഴ്വിയേ ഉള്ളൂ, ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഇത്രയും ധാർഷ്ട്യമുള്ള സ്ത്രീകളെ കാണുന്ന, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കാണുന്നത്. കുലടയായ നീ വന്ന് എന്നോട് കുലീന എന്ന അലസാലാപം ചെയ്തത് അഖിലം അലമലം. നീ മോശപ്പെട്ടവളാണ്, വഴിപിഴച്ചവളാണ്. കുലടയായ നീ വന്ന് എന്നോട് കുലീനയെന്ന്, കുടുംബിനിയാണ് അല്ലെങ്കിൽ സൽക്കുടുംബത്തിൽ ജനിച്ചവളാണ് എന്നൊക്കെ പറയുന്നത് മതിയാക്കുക. അലസമായി ഒരു മടിയും കൂടാതെ പറയുന്നതൊക്കെ അലം അലം, അതെല്ലാം മതിയാക്കുക. സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ ഉവന്നു തരുവൻ ഞാൻ നിനക്ക് വേണ്ടുവോളം. സ്വർണമോ മുത്തോ ആഭരണങ്ങളോ മണികളോ ഒക്കെ എത്ര വേണമെങ്കിലും നിനക്ക് ഞാൻ തരുന്നതാണ്. ഉവന്നു തരും, ഞാൻ വളരെ സ്നേഹത്തോടുകൂടി നിനക്ക് തരാം. പിന്നെ നീ നിനക്കൊത്ത ദിക്കിന് പോയിക്കൊള്ളണം. പക്ഷെ പിന്നീട് നീ ഇവിടെ നിൽക്കാൻ പാടില്ല. നിനക്ക് പറ്റുന്ന ദിക്കിലേക്ക്, അതായത് നിന്നെ പോലെയുള്ളവർക്ക് പറ്റിയ സ്ഥലമല്ല ഇത്, നിനക്ക് പറ്റുന്ന ദിക്കിലേക്ക് നീ പൊയ്ക്കൊള്ളുക. നിന്നിനി കാലം കളഞ്ഞിടായ വെറുതെ നീ ഇനി ഇത്ര നേരം നിന്ന് നീ പ്രസംഗിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒട്ടും സമയം കളയാതെ നീ പൊയ്ക്കൊള്ളുക. കോകില നാരി പോലെ നീ പരപ്രതയല്ലോ, പോക വൈകാതെ നിന്നെ കാണുകയിൽ ഇച്ഛയില്ല. എനിക്ക് നിന്നെ കാണാൻ ഒരു താല്പര്യവുമില്ല. എന്തുകൊണ്ടാണ്? കോകില നാരി പോലെ നീ പരപ്രതയാണ്. അപ്പൊ ഇവിടെ കുയിലിനോട് താരതമ്യം ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. എന്താണ്? കണ്ണു മഹർഷിയുടെ വളർത്തുമകളാണ് ശകുന്തള. യഥാർത്ഥത്തിൽ അവളുടെ മാതാപിതാക്കൾ വിശ്വാമിത്ര മഹർഷിയും മേനകയുമാണ്. അവരുടെ കുട്ടിയെ കണ്വൻ വളർത്തുന്നതിനെ ഇവിടെ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന കുയിലിനെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കുയിലുകൾ കൂടുണ്ടാക്കുകയൊന്നും ചെയ്യാറില്ല. കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുകയും അവ പറക്കമുറ്റാറാവുമ്പോൾ പറന്നു പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ അതിനോടാണ് ശകുന്തളയെ താരതമ്യം ചെയ്യുന്നത്. കോകില നാരി പോലെ നീ പരപ്രതയല്ലോ, മറ്റുള്ളവരാൽ വളർത്തപ്പെട്ടവളാണ് എന്നാണ് അർത്ഥം. സുന്ദരി ശകുന്തള പിന്നെയും ഉര ചെയ്താൽ നിന്ദാവാണികൾ കേട്ടു മന്ദാക്ഷഭാവത്തോടും. സുന്ദരിയായ ശകുന്തള ഒരുപാട് ഇതുപോലെയുള്ള ശകാരങ്ങളൊക്കെ കേട്ടു. പലതിനും അവള് ഇതിനോടകം മറുപടി പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും പറയുകയാണ്: നിന്ദാവാണികൾ, നിന്ദയുടെ വാക്കുകൾ. വാണി എന്ന് പറഞ്ഞാൽ വാക്ക്. മന്ദാക്ഷഭാവത്തോടും, വളരെയധികം, മന്ദാക്ഷം എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നാണ്. ഇവിടെ അധികമായ അപമാനവും നാണക്കേടും ഒക്കെയാണ് ഈ സന്ദർഭത്തിൽ അവൾക്കുണ്ടാവുന്നത്. എങ്കിലും അവള് തൻ്റെ ഭാഗം പറയാനായിട്ട് അല്പം പോലും മടി കാണിക്കുന്നില്ല. അവളുടെ സംസ്കാരവും അല്ലെങ്കിൽ അവളുടെ അറിവും ഒക്കെ വെച്ചിട്ട് തന്നോട് പറഞ്ഞ ശകാര വാക്കുകൾക്ക് ശകുന്തള ദുഷ്യന്തനോട് മറുപടി പറയുകയാണ്. ഇപ്രകാരമാണ് പറയുന്നത്: കടുകിൻ മണി മാത്രമുള്ള ഒരു പരദോഷം ഉടനെ കാണുന്നു നീ. നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജമാത്രം കാണുന്നീലേതും അത് പണ്ഡിതന്മാർക്ക് പോലുമുള്ള ഒരു ശീലമത്രേ. അതായത് കടുകിൻമണിയോളം മാത്രമുള്ള മറ്റുള്ളവരുടെ ദോഷം കണ്ടുപിടിക്കാൻ നിനക്ക് വലിയ സാമർഥ്യമാണ് അല്ലെ? ശകുന്തളയുടെ ചെറിയ ചെറിയ കുറ്റങ്ങൾ വരെ കണ്ടുപിടിക്കാൻ ദുഷ്യന്തന് സാധിക്കുന്നു. നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജമാത്രം,
അത് ആനയുടെ വലിപ്പമുള്ളതാണെങ്കിലും നിന്റെ കുറ്റം നീ കാണുന്നില്ല. അത് പണ്ഡിതന്മാർക്ക് പോലുമുള്ള ശീലമാണ്. ഇത് പണ്ഡിതന്മാർക്ക് പോലും പറ്റുന്ന ഒരബദ്ധമാണ്. അതായത് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാതിരിക്കുകയും മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകുറ്റങ്ങൾ വരെ ചൂണ്ടിക്കാണിച്ച് പെരുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം പണ്ഡിതന്മാർക്ക് പോലും ഉള്ളതാണ്. അപ്പൊ പിന്നെ നിന്നെ പോലെ അറിവില്ലാത്ത ഒരാളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. നിന്നുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം, മന്നിടത്തെങ്കിൽ എന്നി നിനക്കു ചരിക്കാമോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിന്റെ ജന്മത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്, താൻ ഒട്ടും തന്നെ മോശക്കാരി അല്ല എന്ന് പറയുകയാണ് ഇവിടെ ശകുന്തള. അതുകൊണ്ട് നിന്റെ ജന്മത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് എൻ്റെ ജന്മം. അതിനൊരു കാരണം കൂടി പറയുന്നുണ്ട്. മന്നിടത്തിങ്കൽ എന്നി നിനക്കു ചരിക്കാമോ. നീ എത്ര വലിയ ചക്രവർത്തിയും ആയിക്കോട്ടെ, പക്ഷെ നിനക്ക് ഈ ഭൂമിയിലൂടെ മാത്രമേ സഞ്ചരിക്കാനാവുകയുള്ളൂ. പക്ഷെ തനിക്കാവട്ടെ ഭൂമിയിലും സ്വർഗത്തിലും സഞ്ചരിക്കാൻ സാധിക്കും. കാരണം അപ്സരസാണ്, ദേവലോകത്താണ് തന്റെ അമ്മ. അതുകൊണ്ട് തനിക്ക് ഭൂമിയിലും സ്വർഗലോകത്തും യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ എന്നേക്കാൾ ചെറിയവനാണ്. മേദിനിയിലും പുനരന്തരീക്ഷത്തെങ്കിലും ഭേദവന്യെ നടന്നിടാമെനിക്കിടോ. അപ്പം ഭൂമിയിലും, മേദിനി എന്ന് പറഞ്ഞാൽ ഭൂമി, അന്തരീക്ഷം എന്ന് പറയുന്നത് ദേവലോകം എന്ന അർത്ഥത്തിലാണ്. ഇവിടെ രണ്ടിടത്തും മേദിനിയിലും അന്തരീക്ഷത്തിലും ഭേദമന്യെ, ഒരു ഭേദവും കൂടാതെ രണ്ടും ഒരുപോലെ എനിക്ക് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലമാണ്. നടന്നിടാമെനിക്കിടോ, നീ അത് മനസ്സിലാക്കണം. അപ്പോൾ എന്തുകൊണ്ടും നിന്നേക്കാൾ ഭേദപ്പെട്ടവൾ ഞാൻ തന്നെയാണ്. ഭേദവും നമ്മിൽ എത്ര പാരമുണ്ടോർക്കുന്നേരം ചേതസി വിചാരിക്ക ഭൂപതി തിലകമേ. വളരെ മോശപ്പെട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് ശകുന്തളയെ ദുഷ്യന്തൻ സംബോധന ചെയ്യുന്നതെങ്കിലും വളരെ അടക്കമുള്ള സ്വഭാവത്തോടുകൂടി അല്ലെങ്കിൽ വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും ശകുന്തള മറുപടി പറയുന്നതും സംബോധന ചെയ്യുന്നതും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭൂപതി തിലകമേ, അല്ലയോ രാജാവേ എന്നാണ് പറയുന്നത്. ഭൂപതിമാരിൽ തിലകമായിട്ടുള്ളവൻ, രാജാക്കന്മാരിലെ തിലകമായിട്ടുള്ള അല്ലയോ ദുഷ്യന്ത. ഭേദവും നമ്മിൽ എത്ര പാരമുണ്ടെന്ന് ഓർക്കണം, നമ്മൾ തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്നും കൂടി നീ മനസ്സിലാക്കണം. ചേതസി, മനസ്സിൽ വിചാരിക്ക, നീ മനസ്സിലാക്കുക. എന്താണ്? മേരുവും കടുകുമുള്ള അന്തരമുണ്ട് തമ്മിൽ. മേരു എന്ന് പറയുന്ന മഹാപർവ്വതം, അതും കടുകും തമ്മിൽ എത്രത്തോളം അന്തരമുണ്ടോ, എത്രത്തോളം വ്യത്യാസമുണ്ടോ അതുപോലെയുള്ള അന്തരം നമ്മൾ തമ്മിലുണ്ട്. മേരുപർവ്വതത്തോടാണ് തന്നെ സാമ്യപ്പെടുത്തുന്നത്. വെറും ഒരു കടുകിൻ മണിയോടാണ് ദുഷ്യന്തനെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. സാരജ്ഞനല്ല ഒട്ടുമോർത്തോളം ധാത്രീശ ഭവാൻ, അല്ലയോ ധാത്രീശ, അല്ലയോ ധാത്രി എന്ന് പറഞ്ഞാൽ ഭൂമി, അല്ലയോ ധാത്രീശ, അല്ലയോ രാജാവേ. സാരജ്ഞനല്ല ഒട്ടും, താങ്കൾ ഒട്ടും തന്നെ അറിവുള്ളവനല്ല എന്ന് ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് ബോധ്യമാകുന്നു എന്നാണ് അവൾ പറയുന്നത്. കാരണം മേരുവും കടുകും, മേരുപർവ്വതവും കടുകും പോലെയുള്ള അന്തരം നമ്മൾ തമ്മിലുണ്ട്. കണ്ണാടി കാൺമോളവും തന്നെ മുഖമേറ്റം നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ. വലിയൊരു ലോക തത്വം തന്നെയാണ് ശകുന്തള ഇവിടെ ദുഷ്യന്തനോട് പറയുന്നത്. കണ്ണാടി കാൺമോളവും, കണ്ണാടി കാണുന്നത് വരെ തന്നെ മുഖമേറ്റം നന്നെന്നു നിരൂപിക്കും, തന്റെ മുഖമാണ് ഏറ്റവും സുന്ദരം എന്ന് ഓരോരുത്തരും വിചാരിക്കുന്നത്. വിരൂപന്മാർ പോലും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ മുൻപിൽ ഒരു കണ്ണാടി വന്ന് എത്തുമ്പോൾ, അല്ലെങ്കിൽ കണ്ണാടിയിൽ അവർ നോക്കുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാവുന്നുള്ളൂ താൻ എത്രത്തോളം വിരൂപനാണെന്ന കാര്യം. ഇത് ശകുന്തള ദുഷ്യന്തനോട് പറയുകയാണ്. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും, മുറ്റും തന്നെ കുറ്റം ഒന്നറിയുകയുമില്ല. സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്ന ഒരു പാളിച്ചയാണിതല്ലേ. മറ്റുള്ള ജനങ്ങളെ ധാരാളം കുറ്റം പറയും, പക്ഷെ വർദ്ധിച്ചു വരുന്ന വലിയതായിട്ടുള്ള തൻ്റെ കുറ്റങ്ങൾ ഒന്നുപോലും തിരിച്ചറിയുകയില്ല. ഇതെല്ലാം മനുഷ്യർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കുറ്റമില്ലാതെ ജനം കുറ്റമുള്ളവരെയും ചെറ്റു നിന്ദിക്കയില്ല തമ്മുടെ ഗുണങ്ങളാൽ. കുറ്റമില്ലാതെ ജനം എന്ന് പറയുന്നത് സജ്ജനങ്ങളെയാണ്, നല്ല മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. സജ്ജനങ്ങൾ കുറ്റമുള്ളവരെ പോലും നിന്ദിക്കുകയില്ല, ദുർജനങ്ങളെ പോലും അവര് നിന്ദിക്കാൻ കൂട്ടാക്കുകയില്ല. അതാണ് സജ്ജനങ്ങളുടെ പ്രത്യേകത. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ബോധ്യമായി, ശകുന്തള ഒരിക്കലും ദുഷ്യന്തനെ ഒരു സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറ്റമില്ലാതെ ജനം കുറ്റമുള്ളവരെയും ചെറ്റു നിന്ദിക്കയില്ല തമ്മുടെ ഗുണങ്ങളാൽ. അത് തങ്ങളുടെ ഗുണങ്ങൾ കൊണ്ടാണ്, സജ്ജനങ്ങളായ തങ്ങളുടെ ഗുണം കൊണ്ടാണ് അവരെ ദുർജനങ്ങളെ പോലും ദുഷിച്ചു പറയാൻ കൂട്ടാക്കാത്തത്. മത്തേഭം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും. അപ്പൊ സജ്ജനങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം പറയാൻ ഒരിക്കലും തയ്യാറാവുകയില്ല. അത് ആരുടെ ജോലിയാണ്? ദുർജനങ്ങളാണ് സ്വന്തം തെറ്റുകളിൽ കുറ്റങ്ങളും അറിയാതെ മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകൾ വരെ പെരുപ്പിച്ച് പറയുന്നത്. അതിന് അതിമനോഹരമായ ഒരു ഉപമയാണ് ഇവിടെ എഴുത്തച്ഛൻ ഉപയോഗിച്ചിരിക്കുന്നത്. മത്തേഭം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും. മത്തേഭം എന്ന് പറഞ്ഞാൽ മതിച്ച ആന. പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ, അതായത് ആനയെ ദിവസവും നല്ല ശുദ്ധമായ പരിശുദ്ധമായ വെള്ളത്തിൽ കുളിപ്പിച്ചാലും അതിന് സന്തോഷം കിട്ടുന്നപ്പോഴാണ് പൂഴി മണ്ണ് വാരി
ദേഹത്ത് പൂശുമ്പോഴാണ്. അപ്പോൾ എത്ര ശുദ്ധമാക്കി വെച്ചാലും ഓരോരുത്തർക്കും അവരുടേതായ ജന്മവാസനകളുണ്ട് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ശകുന്തള ഇത് ഉപയോഗിക്കുന്നത്. മത്തേഭം പാംസു സ്നാനം. പാംസു എന്ന് പറഞ്ഞാൽ പൊടി, സ്നാനം എന്ന് പറഞ്ഞാൽ അറിയാലോ കുളി. അപ്പൊ ഇതുകൊണ്ടാണ് സന്തോഷിക്കുക. ഈ പൊടിയിലുള്ള കുളിയിലാണ് ആനയ്ക്കുള്ള സന്തോഷം. അത് എത്ര സ്വച്ഛജലത്തിൽ കുളിച്ചാലും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. സജ്ജന നിന്ദ കൊണ്ടേ ദുർജനം സന്തോഷിക്കും. അതുകൊണ്ട് നമുക്കിവിടെ വ്യക്തമാകുന്ന എന്താണ്? മറ്റുള്ളവരെ, പ്രത്യേകിച്ചും സജ്ജനങ്ങളെ ദുഷിക്കുന്നതാണ് ദുർജനങ്ങൾക്ക് സന്തോഷം കിട്ടാനുള്ള ഒരു കാര്യം. സജ്ജനത്തിനു നിന്ദയില്ല ദുർജനത്തെയും. എന്നാൽ തിരിച്ചാണെങ്കിലോ സജ്ജനങ്ങൾക്ക് ദുർജനത്തെ പോലും നിന്ദിക്കാൻ കഴിയുകയില്ല. സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രുധനാം സർപ്പത്തെക്കാൾ ഏറ്റവും പേടിക്കണം. വലിയൊരു ലോകതത്വം തന്നെയാണ് നമുക്ക് ഈ വരികളിലൂടെ അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ എഴുത്തച്ഛൻ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. സത്യവും ധർമ്മവും വെടിഞ്ഞ പുരുഷനെ, മനുഷ്യനെ എന്നുള്ള അർത്ഥത്തിലാണ്. ക്രുദ്ധനായ സർപ്പത്തേക്കാൾ, കലിപൂണ്ട് നിൽക്കുന്ന സർപ്പത്തേക്കാൾ പേടിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യവും ധർമ്മവും വെടിയുക എന്ന് പറയുന്നത് ക്രുദ്ധനായ സർപ്പത്തിന് തുല്യനായി ആ മനുഷ്യൻ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. മൂർഖനാം അവനോട് പണ്ഡിതൻ ശുഭാശുഭം ആഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും. അങ്ങനെ ഒരു കാര്യവും കൂടിയുണ്ട്. മൂർഖനായ അവനോട്, ഇത്തരത്തിലുള്ള ആളുകളോട് പണ്ഡിതൻ ശുഭവും അശുഭവും പറഞ്ഞു കൊടുക്കുകയാണ്. അറിവുള്ള ആളുകൾ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കുകയാണെന്ന് വെച്ചോ, ഇത് ഇങ്ങനെ ചെയ്യരുത്, അല്ല ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇതാണ് നല്ലത്, ഇതാണ് മോശം എന്ന് പറഞ്ഞു കൊടുത്താലോ, അങ്ങനെ ആഖ്യാനം ചെയ്താൽ അവൻ എന്താണ് സ്വീകരിക്കുക? അശുഭം ഗ്രഹിച്ചിടും. ഈ മൂർഖനായ ഇവൻ അശുഭം മാത്രമേ, തെറ്റു മാത്രമേ, അല്ലെങ്കിൽ കുറ്റം മാത്രമേ, അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, ഗ്രഹിക്കുകയുള്ളൂ, മനസ്സിലാക്കുകയുള്ളൂ. നല്ലനായിരിപ്പവൻ നല്ലതു ഗ്രഹിച്ചിടും, വെള്ളത്തെ വെടിഞ്ഞു പാൽ അന്നം എന്നതുപോലെ. നല്ലവനായിട്ടുള്ളവനോടാണ് ഈ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അവൻ നല്ല കാര്യങ്ങൾ ഗ്രഹിക്കും, സ്വീകരിക്കും. എങ്ങനെയാണ്? വെള്ളത്തെ വെടിഞ്ഞ് പാൽ അന്നം എന്നതുപോലെ. അരയന്നം പാലും വെള്ളവും കൂടി ചേർത്ത് കൊടുത്താൽ പാലിൽ നിന്ന് വെള്ളം മാറ്റി പാലിനെ മാത്രം സ്വീകരിക്കുന്നത് പോലെ സജ്ജനങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് ഗ്രഹിക്കാൻ കൂട്ടാക്കും. അല്ലെങ്കിൽ നല്ലതും മോശവുമായ കാര്യങ്ങളിൽ നിന്ന് നല്ലത് ഗ്രഹിക്കാൻ സജ്ജനങ്ങൾക്ക് കഴിവുണ്ട്. അരയന്നം പാലിനെയും വെള്ളത്തെയും വേർതിരിക്കുന്നത് പോലെ എന്നെല്ലാം ശകുന്തള പറഞ്ഞോരനന്തരം, ഇപ്രകാരം തന്നോട് ചെയ്ത ആ ശകാരത്തിന്, അല്ലെങ്കിൽ അത്രയും മോശമായിട്ട് ദുഷ്യന്തൻ തന്നോട് സംസാരിച്ചപ്പോൾ ഇതിന് കൃത്യമായ മറുപടി കാര്യകാരണ സഹിതം പറയാനായിട്ട് ശകുന്തള തയ്യാറാകുന്നുണ്ട്. അവളുടെ വാക്കുകൾ ഒട്ടും തന്നെ മോശമായിട്ട് ഉള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ അവൾ ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. അവളുടെ സംസ്കാരവും അവളുടെ ആ ജീവിച്ചു പോന്ന രീതിയുമൊക്കെ അവൾ പ്രകടമാക്കുന്നുണ്ട് ഈ സന്ദർഭത്തിലും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. എന്നെല്ലാം ശകുന്തള പറഞ്ഞോരനന്തരം, ഇപ്രകാരമെല്ലാം ശകുന്തള പറഞ്ഞപ്പോൾ എന്താണ്? വിണ്ണിൽ നിന്ന് അശരീരി തന്നോട് വാക്യം കേട്ടു. ദേവന്മാരുടെ തന്നെ വാക്കുകൾ. അശരീരി എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്ത ശബ്ദമാണ്. അപ്പോൾ ആ ദേവലോകത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു അശരീരി, ഒരു ശബ്ദം കേട്ടു. എന്തായിരുന്നു അത്? ഭരിച്ചു കൊള്ളുക തവ പുത്രനെ വൈകാതെ നീ സുരസ്ത്രീ സമയായ കൗശികപുത്രനോടും. അപ്പോൾ നീ ഭരിച്ചു കൊള്ളുക തവ പുത്രനെ, നീ സ്വീകരിച്ചു കൊള്ളുക, ഇത് നിന്റെ പുത്രൻ തന്നെയാണ്, അവനെ നീ സ്വീകരിച്ചു കൊള്ളുക, ഒട്ടും താമസിയാതെ, വൈകാതെ താമസിക്കാതെ. ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം അവളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ദേവന്മാര് ഇടപെട്ട് പറയുകയാണ്, നീ സുരസ്ത്രീ സമയ, ദേവ സ്ത്രീക്ക് സമയായ കൗശിക പുത്രിയെ, വിശ്വാമിത്ര മഹർഷിയുടെ പുത്രിയായ ശകുന്തളയെ നീ സ്വീകരിച്ചു കൊള്ളുക, പുത്രസമേതനായി പുത്രനോടൊപ്പം നീ സ്വീകരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഭരതൻ എന്ന നാമം അതിനാൽ അന്നു വാനോർ ധരണീപതിയോട് ചെന്നതു കേട്ട മൂലം കല്യാണഘോഷത്തോടും കൈക്കൊണ്ടു ശകുന്തള വല്ലഭനോടും കൂടി സന്തോഷം പ്രാപിച്ചപ്പോൾ. മാത്രവുമല്ല, ഇവൻ ഭരതൻ എന്ന പേരിൽ പ്രശസ്തനാകുമെന്ന വാക്കുകൂടി ദേവന്മാരിൽ നിന്ന് കേട്ടു. അങ്ങനെ വളരെ സന്തോഷപൂർവ്വം ഇത്തരത്തിലുള്ള ഒരു അശരീരി കേട്ടതോടുകൂടി കല്യാണഘോഷത്തോടും മംഗളഘോഷത്തോടുകൂടി വളരെയധികം സന്തോഷത്തോടുകൂടിയും മംഗളവാദ്യങ്ങളോടുകൂടിയും ഭാര്യയെയും പുത്രനെയും സന്തോഷപൂർവ്വം ദുഷ്യന്തൻ സ്വീകരിക്കുന്നു. ശകുന്തള വല്ലഭനോടും കൂടി സന്തോഷം പ്രാപിച്ചപ്പോൾ, വാനൂരിൽ നിന്ന് ഈ വാക്കുകളും കൂടെ കേട്ടപ്പോൾ സന്തോഷചിത്തയായി ശകുന്തള ഭർത്താവിനെ ഒപ്പം സന്തോഷത്തോടുകൂടി കടന്നു പോവുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ വളരെ പ്രശസ്തമായ മഹാഭാരതം കിളിപ്പാട്ടിലെ ഒരു ഭാഗം തന്നെയാണ്. എഴുത്തച്ഛനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇതിനോടകം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് മണിപ്രവാളം എന്ന് പറയുന്ന ഒരു സാഹിത്യ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അത് കഴിഞ്ഞ് അതിനു മുമ്പ് പാട്ടെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടിന്റെയും കൂടെ, പാട്ട്, മണിപ്രവാളം, ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെ ഒരു സമഞ്ജസമായ വേണ്ട രീതിയിലുള്ള ഒരു സമ്മേളനമാണ്
എഴുത്തച്ഛൻ്റെ സാഹിത്യ സരണിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇദ്ദേഹം 16-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ആയി നമുക്ക് കിട്ടിയിട്ടുള്ളത്. സംസ്കൃതത്തിന്റെ ശക്തിയും ഗൗരവവും അതുപോലെ തന്നെ മലയാളത്തിന്റെ സൗന്ദര്യവും മാധുര്യവും ഒരുമിച്ച് വന്നു ചേർന്നിട്ടുള്ള ഒരു ഭാഷാരീതിയാണ് എഴുത്തച്ഛൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ പാഠഭാഗത്തിന്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.